നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ജപം, പ്രാർത്ഥന, പുണ്യഗ്രന്ഥങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അനുഷ്ഠിക്കുന്നവരായിരിക്കും എല്ലാവരും. ചിലർ എല്ലാ ദിവസവും മുടങ്ങാതെ തന്നെ ജപിക്കുന്നവരുണ്ടാകാം. ചിലർ സമയം കിട്ടുമ്പോൾ മാത്രമായിരിക്കും ജപിക്കുന്നത്. ചില നിർബന്ധമായിട്ടും ഒരു ദിവസം പോലും മുടങ്ങാതെ ജപിക്കുന്നവരുണ്ടാകും. ചിലർ ഭയങ്കര ഉത്സാഹത്തോടു കൂടിയിട്ട് ജപം ആദ്യം തുടങ്ങും. ഇടയ്ക്ക് വെച്ചിട്ട് അതൊരു മടിയായിട്ട് കുറവ് ജപിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തല് ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം. ആദ്യം നമ്മൾ വളരെ താല്പര്യത്തോടു കൂടി തന്നെ ജപം ആരംഭിക്കും. എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ജപത്തിൻ്റെ ഒരു അത് കുറഞ്ഞു വരും, മടി കൂടും. അത് കാരണം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് താല്പര്യക്കുറവ് വരും. ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരിക, ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നുക, വേണ്ടാന്ന് തോന്നുക, മടി തോന്നുക, ഉറക്കം വരിക, എന്തിനോ വേണ്ടി ജപിക്കുന്ന ഒരു തോന്നലായിരിക്കും. പിന്നെ ഈ ആലസ്യവും മടിയെല്ലാം കാരണം ഈ വ്രതാനുഷ്ഠാനം തന്നെ മുടങ്ങിപ്പോവും. ഈ ജപം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയെന്ന് തോന്നലോട് കൂടിയിട്ട് ജപിക്കുന്നവരുണ്ടാവാം. 2, ഇഷ്ടദേവതയോടുള്ള അവിശ്വാസം. ജപം ആദ്യം തുടങ്ങുമ്പോൾ വളരെ വിശ്വാസവും ജപിച്ച് തുടങ്ങി കുറേ കഴിയുമ്പോൾ ആ വിശ്വാസം കുറഞ്ഞു വരുന്നത് കാണാം. ഉദ്ദിഷ്ട ഫലങ്ങൾ കൈവരാതെ വരുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞു വരുന്നവരും കാണാം. ഇത്ര നാൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്കതിൻ്റെ ഒരു ഫലം കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കും. വിശ്വാസം അതോടെ നഷ്ടപ്പെടുകയും വിശ്വാസം കുറയുകയും അത് പ്രാർത്ഥനയെ കൂടി ബാധിക്കുന്നതാണ്. 3, ശ്രദ്ധയും ഏകാഗ്രതയും കുറഞ്ഞു വരും. ശ്രദ്ധയോടെ ഏകാഗ്രതയുടെ സമർപ്പണ ഭാവത്തോട് കൂടിയിട്ട് വേണം ജപിക്കാൻ. ആദ്യഘട്ടത്തിൽ ഇഷ്ടദേവതാ സ്വരൂപം വളരെ നന്നായിട്ടുണ്ടായിരിക്കും. പിന്നെ അത് കുറഞ്ഞു വരും. ആ ദേവതയിൽ നമുക്ക് മനസ്സ് ഉറപ്പിച്ച് ജപിക്കാൻ കഴിയാതെ വരും. മനസ്സ് എവിടെയെങ്കിലുമൊക്കെ സഞ്ചരിച്ച് ഇത് ജപപാരായണങ്ങൾക്ക് തടസ്സം വരുത്തുന്നതാണ്. 4, ദുഷ്ടചിന്തകളുടെ ആധിക്യം. ജപാനുഷ്ഠാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ചില ദുഷ്ചിന്തകൾ നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. അശുഭചിന്തകൾ, ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടുക, മനസ്സിനെ അസ്വസ്ഥമാക്കുക. 5, വിഷയസുഖങ്ങളോടുള്ള താല്പര്യം. മനസ്സ് ആസക്തികളാലും അസ്വസ്ഥകളാകുന്നത് കാണാം. സൗമ്യവും ശാന്തവുമായ മനസ്സിന് പകരം ഒരുമാതിരി ശരിയല്ലാത്ത മനോഭാവം ഉണ്ടാവാം. 6, മാറ്റിവെക്കുക. നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് ജപാനുഷ്ഠാനങ്ങൾ നമ്മൾ മാറ്റിവെക്കും. ജപം മാറ്റിവെക്കാനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടെത്തും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, മനസ്സമാധാനക്കുറവ്, തിരക്കുകൾ, ഇവയുടെ എല്ലാം പേരിൽ നമ്മൾ നിത്യജപങ്ങൾ മാറ്റിവെക്കും. ദൈവികമായിട്ടുള്ള കർമ്മം ആരംഭിക്കുമ്പോൾ ആ മനസ്സോടിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ വിപരീത ശക്തികളുടെ പ്രവർത്തനവും ആരംഭിക്കുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ വിപരീത ശക്തിയെ ദുഷ്ടശക്തിയെന്നോ ബാധാദോഷമെന്നോ ഏത് പേരിൽ വേണമെങ്കിലും നമുക്ക് പറയാം. ദൈവികമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയാൻ ശ്രമിക്കുന്ന വിപരീത ശക്തി അത് ഉണ്ടാകും. പുരാണങ്ങളിൽ നമ്മൾ മനസ്സിലാവും, മഹർഷിമാരുടെ ജപങ്ങളെല്ലാം മുടക്കുന്ന അസുര ജന്മങ്ങൾ. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെയാണ് ഇത്. ദുഷ്ടശക്തികൾ നമ്മളെ സ്വാധീനിക്കുകയും നമ്മുടെ ദൈവാധീനം കുറയ്ക്കുകയും നമുക്ക് മടി, ആലസ്യം, ഇഷ്ടദേവതയോടുള്ള വിശ്വാസക്കുറവ് എല്ലാം ഉണ്ടാകുന്നത് ആ ദുഷ്ടശക്തികളുടെ കാരണം കൊണ്ട് തന്നെയാണ്. ആസുരശക്തികൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ മുടക്കം വരുത്താൻ വളരെയധികം ശ്രമിക്കും. അത് നമ്മുടെ ഉള്ളിൽ നിന്നായാലും പുറത്തു നിന്നാണെങ്കിലും. ഈ ഘട്ടത്തിൽ നമ്മൾ എന്താണ് ചെയ്യുക എന്ന് നമ്മൾ ആലോചിക്കുക. സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീവ്രമായ ഭക്തിയോടെ ആത്മസമർപ്പണത്തോടെ
ജപപാരായണം ചെയ്യുക. ആദ്യം പ്രശ്നങ്ങളുണ്ടാവും, അത് മനസ്സിലാക്കുക. ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ, തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ ജപം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ജപമല്ല, തടസ്സങ്ങളുണ്ടാകും. ആ തടസ്സങ്ങൾ നമ്മൾ മറികടന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ജപാനുഷ്ഠാനങ്ങൾ ആരംഭിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതിൻ്റെ പേരിൽ സ്വയം കുറ്റപ്പെടുത്താതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ജപപാരായണങ്ങൾ ചെയ്യുന്നവർക്കുണ്ടാവുന്നതാണ് ഈ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കണം. ദേവി മഹാത്മ്യ പാരായണം ചെയ്യുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലും ആയിരിക്കും. ആ പ്രശ്നങ്ങളെ കരുത്തോടെ കൂടിയിട്ട് നേരിടാനും ജപാനുഷ്ഠാനങ്ങൾ തടസ്സം കൂടാതെ തുടരാനും നമ്മൾ മനസ്സറിഞ്ഞ് ശ്രമിക്കുക. ദേവീഭാവത്തിൻ്റെ അനുഗ്രഹം അത്രത്തോളം ഉള്ളവർക്ക് മാത്രമാണ് എല്ലാ കാര്യങ്ങളും ജപം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കുക. തടസ്സങ്ങൾ നേരിടുന്നവർ ഒരുപാടാണ്, അത് മനസ്സിലാക്കുക. ഉള്ളിൽ ദേവി മാത്രം, ദേവി ചൈതന്യം മാത്രം, ദേവചൈതന്യം മാത്രം, എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ ഉണ്ടായിരിക്കും. നമ്മുടെ ജപവും പാരായണവും ഒക്കെ ചിട്ടയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരും ഇത് കേൾക്കുക. ഇങ്ങനെ വിഷമിക്കുന്നവർക്ക് സ്വീകരിക്കാവുന്ന ഒരു കർമ്മമാണ്. ഒരു 21 ദിവസം നമ്മൾ മനസ്സിൽ വിചാരിക്കുക. ആ 21 ദിവസം ദേവി മഹാത്മ്യ പാരായണം അല്ലെങ്കിൽ ഇഷ്ടജപം അനുഷ്ഠിക്കുക. വ്രതശുദ്ധിയോടെ വേണം ഈ 21 ദിവസങ്ങൾ ആ കർമ്മം അനുഷ്ഠിക്കാൻ. 21 ദിവസം തിരഞ്ഞെടുത്ത് 21 ദിവസം നമ്മൾ ചിട്ടയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മം തുടർച്ചയായി അനുഷ്ഠിച്ചാൽ അതൊരു ശീലമാവുകയും അത് നമുക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അമിതമായ ഉറക്കം, അമിത ഭക്ഷണം, അമിത ആസക്തികൾ, അമിത സംസാരങ്ങൾ, അമിത ആഗ്രഹങ്ങൾ ഇവ മുഴുവനായിട്ട് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് വേണം വ്രതം അനുഷ്ഠിക്കാനും ജപം ചെയ്യാനും വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്താൽ ഈ എല്ലാ കാര്യങ്ങളും ഇഷ്ടദേവതയിൽ നമ്മൾ സമർപ്പിച്ച് 21 ദിവസം ശുദ്ധിയോടെ ഇത് ചെയ്താൽ ദുഷ്ടശക്തികൾ മുടക്കാതെ ഇരിക്കാനും ഇത് സഹായിക്കും. തടസ്സങ്ങൾ മാറി ഇത് മുന്നോട്ട് പോകാനും ദേവി അനുഗ്രഹം ഉണ്ടാവാനും നമുക്കിത് സാധിക്കും. മനസ്സിനെ ശാന്തമാക്കി മുന്നോട്ട് പോവുക. 21 ദിവസം പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ദുഷ്ടശക്തികൾ നമ്മളെ നകന്നു പോകുന്നത് നമുക്ക് തന്നെ മനസ്സിലാവുന്നതാണ്. ദേവി ചൈതന്യം തെളിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് ഫീലാവും. ഈശ്വരാധീനം വർദ്ധിക്കാനുള്ള, ദുഷ്ടശക്തികളുടെ ദുഷ്പ്രവർത്തികൾ അകലാനും എല്ലാത്തിനും സഹായകമാണ്. ഒരു തവണ 21 ദിവസം ഈ ഒരു ജപം നമ്മളൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. 21 ദിവസത്തെ അനുഷ്ഠാനം അത്ഭുതകരമായ മാറ്റം നമ്മളിലുണ്ടാവും. നമ്മളിപ്പോൾ ഒരു വീഡിയോ ദൈവത്തിൻ്റെ നാമം ജപിക്കുന്ന അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് നമുക്കെതിരെ ഒരുപാട് കമൻസുകൾ ചിലപ്പോൾ കാണാറുണ്ട്, വളരെ മോശമായിട്ട്. നമുക്കത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ് തോന്നാറ്. ഒരു ദൈവത്തിൻ്റെ ഒരു കാര്യം അത് ചെയ്യാനുള്ള ഒരു മനസ്സാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സംസ്കൃത ശ്ലോകങ്ങളാണ് കൂടുതലും ഉണ്ടാവുക. ആ സംസ്കൃത ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലണമെങ്കിൽ എത്ര ആയാലും നമ്മളത് പഠിക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുപോലെ അറിയാതെയാണ് പലരും വന്ന് കമൻ്റ് ഇടാറ്. നമ്മൾ ഒരുപാട് പഠിച്ച് അത് മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ ചൊല്ലുന്നത്. ചൊല്ലുമ്പോൾ ഈണത്തിൽ എന്തെങ്കിലും കുറവോ, നമ്മൾ പാട്ട് പഠിച്ചവരല്ല. പാട്ട് പഠിക്കാതെ നമ്മൾ ഈ ധ്യാനങ്ങൾ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുമ്പോൾ അതിൽ വരുന്നൊരു ഈണത്തിൻ്റെ പ്രശ്നങ്ങളുമൊക്കെ വെച്ചിട്ട് നമ്മളെ വിലയിരുത്തുമ്പോൾ അത് വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. ദൈവിക കാര്യങ്ങൾ അത് ചൊല്ലാനുള്ളൊരു മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ, അതിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. അതിൽ പ്രോത്സാഹനം കൊടുക്കുകയാണ് എല്ലാ ഭക്തരും ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നിന്ന് കമൻ്റ് ഇടുന്നവർക്ക് ഒരു ഭക്തി ഇല്ല എന്നതാണ് എനിക്ക് പറയാൻ കഴിയുക. ഒരാൾ ഒരു ഓം നമഃ ശിവായ എന്ന് ചൊല്ലാൻ ഒരാൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ, അത് കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു വിഷമം ഉണ്ടാക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും കമൻ്റ് ഇട്ട ഒരാളുടെ ഒരു ഇത് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കും അല്ലേ. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ആളാണ്, എല്ലാവിധ ബുക്കുകളും കാര്യങ്ങളെല്ലാം ഞാൻ വായിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ആ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ദിവസം മന്ത്രം ജപിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ആ ജപിക്കുമ്പോൾ നമുക്ക് ആ മനസ്സിൽ ആ ഒരു കമൻ്റ് ഇട്ട ഒരു കമൻ്റ് നമ്മുടെ മനസ്സിലോട്ട് ഓടി വരാറുണ്ട്. ചില സമയത്ത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു വേദന എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ.
അതെനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പം നമ്മൾ ദൈവത്തിൽ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ പഠിച്ച് അത് മനസ്സിലാക്കി തന്നെയാണ് ചെയ്യേണ്ടത്. എത്രയോ വലിയ ശ്ലോകങ്ങൾ ചെല്ലുന്നവർക്ക് പോലും അതിൽ മിസ്റ്റേക്കുകൾ വരാറുണ്ട്. ഞാൻ എൻ്റെ ഇത് മാത്രമല്ല ഞാൻ കേൾക്കാറ്, എല്ലാവരുടെ യൂട്യൂബ് ചാനലുകളും ദൈവികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കാറുണ്ട്. ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാതെ ഞാൻ പോകാറേ ഇല്ല. അപ്പോൾ അവർ ചൊല്ലുന്ന ഈ അഷ്ടോത്തരാണെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും അതിൽ എത്രയോ മിസ്റ്റേക്കുകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളതിൻ്റെ അടിയിലൊക്കെ പോയിട്ട് ഇതിന് ഇത്ര മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനൊരു ശ്ലോകം ചൊല്ലുമ്പോൾ പല ശ്ലോകങ്ങളും എടുത്ത് വായിച്ച് മനസ്സിലാക്കി തന്നെയാണ് ചൊല്ലുന്നത്. അതിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ പോലും ഞാൻ തിരുത്തി ചൊല്ലാൻ ശ്രമിക്കാറുണ്ട്. പലതും എടുത്ത് വായിച്ചിട്ട് അല്ലെങ്കിൽ ബുക്കുകൾ വായിക്കുമ്പോഴാണെങ്കിൽ അച്ചടി മിസ്റ്റേക്കുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പം അതെല്ലാം മാറ്റി നമ്മൾ പലതിൽ നിന്ന് നോക്കി ഏതാണ് ശരി ഏതാണ് കറക്റ്റ് എന്ന് നോക്കി മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ ചൊല്ലി പഠിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓരോ ശ്ലോകങ്ങളും ഓരോ മന്ത്രങ്ങളും ചൊല്ലുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. എനിക്കും ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായ വ്യക്തി തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്കൊരു മോചനം, ഒരു സന്തോഷം, ഒരു സമാധാനം എല്ലാം ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഞാനും ജനിച്ചപ്പോഴേ തൊട്ടിട്ട് ഞാൻ നല്ലൊരു ഭക്തിയോടുകൂടി ജീവിച്ചൊരു വ്യക്തി തന്നെയാണ്. അമ്പലത്തിലും കാര്യങ്ങളെല്ലാം പോലും അത്ര അധികം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനൊരു സമാധാനവും ശാന്തതയും എല്ലാം കിട്ടുന്നത് എനിക്ക് മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലുത്. എൻ്റെ വീഡിയോ കാണാനും അത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുന്നവരോട് എനിക്ക് നന്ദി നമസ്കാരം എല്ലാം ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അതൊന്നും കാണാൻ ആഗ്രഹിക്കാത്തവരാരും കണ്ടില്ലെങ്കിലും ഞാൻ ഈ വീഡിയോസുകളെല്ലാം ഞാനിടും. അതെൻ്റെ ഒരു സന്തോഷമാണ്, എൻ്റെ ഒരു സമാധാനമാണ്, എൻ്റെ ഒരു മനസ്സമാധാനം. അതാണ് എനിക്ക് ഏറ്റവും വലുത്. നമ്മൾ ഒരുപാട് വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ പല വഴിയിലൂടെ നമ്മുടെ മനസ്സിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേ പോകും. അത് മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ, അതിനൊന്നും നമുക്ക് കെട്ടിയിടാനും, നമ്മുടെ ആ വലം കൈയിൽ ഒരു അമർത്തി ഒരു കയറ് നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കയറ് നമുക്കൊന്ന് പിടിച്ച് നിർത്തണം അല്ലേ? ആ കയറ് നമുക്കൊന്ന് പിടിച്ച് കയ്യിൽ ബലമായി ഇങ്ങനെ പിടിച്ച് നമുക്കൊന്ന് നിർത്തണമെന്ന് നമുക്ക് തോന്നാറില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിങ്ങനെ കൈവിട്ട് പോകുമ്പോൾ ആ മനസ്സിനെ നമുക്കൊരു കയറ് പോലെ സങ്കല്പിച്ച് അതിൽ നമുക്കങ്ങനെ പിടിച്ച് നിർത്താൻ കഴിയണം. അതിന് നമുക്ക് ഭക്തി തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. അല്ലാതെ ഒരു മെഡിസിനും കാര്യങ്ങൾക്കും ഒന്നും ഒരു ഇതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ മനസ്സിനെ നമുക്ക് നമ്മുടെ കൈവെള്ളയിൽ തന്നെ നമുക്ക് അമർത്തി ആ ചുരുട്ടി നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ച് നോക്കി നോക്കുക. അല്ലെങ്കിൽ ഒരു കറുത്ത ചരട് കയ്യിലിങ്ങനെ പിടിക്കുക. എന്നിട്ട് അത് ദൈവമായി സങ്കല്പിച്ച് അത് നമ്മളൊന്ന് അമർത്തി പിടിച്ച് നോക്കിയിരിക്കുക. നമ്മുടെ മനസ്സിനെ നമ്മുടെ കൈവെള്ളയിൽ തന്നെ നമുക്ക് ഒതുക്കി പിടിക്കാൻ കഴിയും. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഒരാൾ മന്ത്രം ചൊല്ലുമ്പോൾ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുറ്റമുണ്ടോ എന്നും പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുക എന്നുള്ളൊരു മനസ്സ്, അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം, അതവരുടെ ഒരു സന്തോഷമാണെങ്കിൽ അതും ചെയ്യാം, കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ എന്താണെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്ത് വിഷമങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ആ പാതാരബന്ധങ്ങളിൽ ആ വിഷമങ്ങളെല്ലാം സമർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ ദൈവവും അത് തന്നെയാണ്. നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഒരു വിശ്വസിക്കാവുന്നൊരു ഫ്രണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ദൈവം മാത്രമായിരിക്കും. ദൈവത്തിൻ്റെ അടുത്ത് നമുക്ക് എന്തും പറയാം, എന്ത് വിഷമങ്ങളും പങ്കുവയ്ക്കാം, ധൈര്യത്തോടു കൂടിയിട്ടിരിക്കാം. അത്രയും ഞാൻ വിചാരിക്കാറുള്ളൂ. അപ്പോൾ എല്ലാവരും ഭക്തിയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് കാണാനും കേൾക്കാനും എല്ലാം ശ്രമിക്കുക. സന്തോഷത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോവുക. സമാധാനവും സന്തോഷമാണ് ഏറ്റവും ജീവിതത്തിൽ ആവശ്യമുള്ളത്. അത് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.